മർത്താക്കര നെല്ലിച്ചൂടിൽ യുവാവിനെ ഹെൽമറ്റ് ധരിച്ചെത്തി പിന്നിൽ നിന്ന് തലയ്ക്കടിച്ച് വീഴ്ത്തി ചുറ്റിക കൊണ്ട് തല തകർത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി ഇതിനുള്ള കാരണം വെളിപ്പെടുത്തിയത് കേട്ടാൽ ആശ്ചര്യവും ഞെട്ടലുമുണ്ടാകും. ഇരയായ യുവാവിന്റെ ഭാര്യയെ സ്വന്തമാക്കാനാണ് ഇത്തരമൊരു ക്രൂരകൃത്യം പ്ലാൻ ചെയ്തത് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് തൃശൂർ നെല്ലിച്ചൂടിനെ നടക്കിയ സംഭവം. ജിമ്മിൽ നിന്ന് പരിശീലനം കഴിഞ്ഞിറങ്ങിയ യുവാവിനെയാണ് മറ്റൊരാൾ ചുറ്റിക കൊണ്ട് പലതവണ തലയ്ക്കടിച്ചത്. കേസിൽ കോട്ട പനമ്പള്ളി നഗർ പടിഞ്ഞാറക്കാടൻ വീട്ടിൽ സിറിൾ എന്ന 36-കാരനാണ് അറസ്റ്റിലായത്. മർത്താക്കര പുഴമ്പള്ളം സ്വദേശി ഡീനസ് ഡേവിസ് എന്ന 37-കാരനാണ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജിംനേഷ്യത്തിൽ നിന്ന് പുറത്തുവരികയായിരുന്നു ഡീനസ് വരുന്നത് കാത്ത് ഹെൽമറ്റ് ധരിച്ച് 2 മണിക്കൂർ മുന്നേ എത്തി നിന്ന സിറിൾ ഇയാൾ എത്തിയപ്പോൾ പിന്നിൽ നിന്ന് ചുറ്റിക കൊണ്ട് തലയ്ക്ക് പിന്നിൽ അടിക്കുകയായിരുന്നു. ബോധരഹിതനായി താഴെ വീണ ഡീനസിന്റെ തലയിൽ വീണ്ടും 2 പ്രാവശ്യം കൂടി പ്രതി അടിച്ചു. തുടർന്ന് ഡീനസ് മരിച്ചുവെന്ന് കരുതി തൊട്ടടുത്തുണ്ടായിരുന്ന സൈക്കിൾ എടുത്തുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. കുറെ ദൂരം സൈക്കിളിൽ പോയ ശേഷം ഇത് ഉപേക്ഷിച്ചു. ഇവിടെ നിന്ന് സ്വന്തം ബൈക്കിലാണ് പിന്നീട് സിറിൾ രക്ഷപ്പെട്ടത്. വിവരം ലഭിച്ചു. പിന്നീട് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് സിറിളിനെ പിടികൂടിയത്. ഡീനസിനെ കൊലപ്പെടുത്തുക തന്നെയായിരുന്നു സിറിളിന്റെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. ഇതിനായി ചാലക്കുടിയിൽ നിന്ന് ചുറ്റിക വാങ്ങി കുപ്പിയിൽ പെട്രോളും ഇയാൾ കരുതിയിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷം ഡീനസിനെ കത്തിച്ചു കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. ഇതിന് പിന്നിൽ മറ്റ് എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നു. ഇരയും പ്രതിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, സാമ്പത്തിക ഇടപാടുകളുണ്ടോ, മറ്റെന്തെങ്കിലും തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.